ഒരു താരമാവുക എന്നതൊരു ജയിലാണെന്നും എപ്പോഴും ഒരു നടനായി അറിയപ്പെടാനും നടനായി ഇരിക്കാനുമാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളതും എന്ന് കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു താരവും നടനും തമ്മിൽ ഉള്ള വ്യത്യാസം? താരത്തിനും നടനും തമ്മിൽ, താരം എന്ന് പറഞ്ഞാൽ ഈ ആളുകൾ അങ്ങേറ്റം പ്രശംസിക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ മാത്രം എടുക്കുന്നവരാണ് താരങ്ങൾ. അവരാണ് താരങ്ങളാവുക. ഒരു ആക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നെഗറ്റീവാണോ അല്ലെങ്കിൽ പോസിറ്റീവാണോ രണ്ടും കൂടി ചേർന്നതാണ് ഏത് ക്യാരക്ടർ കൊടുക്കും. ഇപ്പോൾ സിനിമയിൽ തന്നെ ഈ താരങ്ങൾ വരാൻ നേരത്ത് അവർക്ക് വേണ്ടി എഴുതിയ കഥകളായിരിക്കും. അവർക്ക് ആ ഇമേജ് ബ്രേക്ക് ചെയ്യാതെ പോകുന്നവരാണ് താരങ്ങളാവുക. പക്ഷേ ഇമേജ് നോക്കാതെ കിട്ടുന്ന ക്യാരക്ടർ അത് അഭിനയിക്കുന്ന ആളുകളാണ് നമ്മൾ ആക്ടേഴ്സ് എന്ന് പറയുക. ഒരു സമയത്തും സ്റ്റീരിയോ ടൈപ്പ് ആവാൻ സർ ആഗ്രഹിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ആവാതിരിക്കാൻ ബോധപൂർവം ഒരു ശ്രമം ഉണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പം പരീക്കുട്ടി വലിയ ഹിറ്റായതിനു ശേഷം, ചെമ്മീനു ശേഷം അതുപോലുള്ള നിരാശകാമുക കഥാപാത്രങ്ങൾ ബോധപൂർവം തന്നെ അത് ഒഴിവാക്കി എന്ന് കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നായകനായി നന്മ നിറഞ്ഞ നായകനാവുമ്പോൾ തന്നെയായിരുന്നു പ്രിയയിൽ സംവിധാന സംരംഭമാണ് വില്ലനാവാൻ ഒരു ശ്രമം. ആ ഒരു വാക്കാണ് തെറ്റ്. വില്ലനാകാനല്ല, ഈ സൽഗുണ സമ്പന്നനല്ലാതെ അല്ലാത്തവരും ലോകത്തുണ്ടല്ലോ, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് എടുക്കാൻ. അല്ലാതെ വില്ലനാവുകയാണ്, അതൊക്കെ താരത്തിൻ്റെ ഓപ്പോസിറ്റാണ് ഈ വില്ലൻ. ആ വില്ലനും ആക്ടറുടെ കൂട്ടത്തിൽ വരുന്നില്ല. ശരിയാണ്, മനസ്സിലായില്ലേ? ഒരിക്കലും സ്റ്റീരിയോ ടൈപ്പ് ആവരുത് എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു മനസ്സിൽ ഒരേ തരം. അങ്ങനെയല്ല. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു 62 തൊട്ട് 63 തൊട്ട് കുറേ ഇങ്ങനെ ഒരു 7 വർഷം വർക്ക് ചെയ്തിട്ടും എനിക്ക് റിപ്പീറ്റഡ്ലി ഒരേ രീതിയിലുള്ള ക്യാരക്ടേഴ്സ് വന്നുകൊണ്ടിരുന്നതല്ല. അധികം അഭിനയിക്കാൻ സ്കോപ്പുള്ള ക്യാരക്ടേഴ്സ് കുറച്ചേ വന്നുള്ളൂ. അല്ലാതെ അതുവരെ ഉള്ളതിനെ ഇഷ്ടപ്പെടാതിട്ടൊന്നുമല്ല. പക്ഷെ അതിൽ ഉപരിയായിട്ട്, അതുവരെ ചെയ്തതിനേക്കാളും ഉപരിയായിട്ട് വലുതൊക്കെ ചെയ്യാനുള്ള ക്യാരക്ടേഴ്സ് വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഇമേജിനെ കുറിച്ച് നോക്കാതെ ഞാൻ പടം എടുക്കാൻ തുടങ്ങിയപ്പം ഈ ഹീറോ ടൈപ്പ്, സ്റ്റാർ ടൈപ്പ് ക്യാരക്ടേഴ്സ് അല്ല എൻ്റെ പടങ്ങളിൽ ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഭാർഗവി നിലയത്തിലെ സാറിൻ്റെ പ്രകടനം അതുവരെയും സത്യൻ സാറിൽ മാത്രം ചുറ്റിപ്പറ്റി നിന്നിരുന്ന സ്വാഭാവിക അഭിനയത്തിൻ്റെ മറ്റൊരു വേർഷനായിട്ടാണ് ആളുകൾ മനസ്സിലാക്കിയിരുന്നത്. ഏറ്റവും സ്വാഭാവികമായിട്ടാണ് അന്ന് എഴുത്തുകാരനെ സാർ അവതരിപ്പിച്ച് കാണിച്ചത്. പിന്നീട് അതിൻ്റെ പുതിയൊരു പതിപ്പായി നീലവെളിച്ചം വന്നപ്പോൾ പോലും സാറ് ചെയ്തു വെച്ചതിൻ്റെ റിയലിസ്റ്റിക് ആയ വശം അതിൽ വന്നില്ല എന്ന് വിമർശനങ്ങളുണ്ടായിരുന്നു. എങ്ങനെയാണ് ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു വിധത്തിലേക്ക് ആ കഥാപാത്രത്തെ മോൾഡ് ചെയ്യാൻ സാധിച്ചത്? ഒരു വിധത്തിലും അത് സിനിമാറ്റിക്കേ ആയിരുന്നില്ല, ഏറ്റവും സ്വാഭാവികമായിട്ടാണ് ആ കഥാപാത്രം സിനിമയിൽ ഉടനീളം ഉണ്ടായിരുന്നത്. ആ കഥാപാത്രത്തിന് വരുന്ന ഭീതി പോലും വളരെ സ്വാഭാവികമായിരുന്നു. എങ്ങനെ ആ ഒരു ലെവൽ ഓഫ് ആക്ടിങ് അവിടേക്ക് എത്തിയത്? ഇല്ല, നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മുമ്പിൽ ആ കഥാപാത്രം ഏതൊരു മനസ്സിൽ പതിയുമല്ലോ. അപ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിയുന്നിടത്ത് ആ ക്യാരക്ടർ നമ്മുടെ ഉള്ളിൽ കയറും. അപ്പോൾ അതാണ് നമ്മൾ പുറത്ത് പ്രകാശിപ്പിക്കുന്നത്. അല്ലാതെ പ്രത്യേക ഒരു സ്റ്റെപ്പ്, ഒരു പ്രിപ്പറേഷനൊന്നുമില്ല ഇതിന്. ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, എന്നിട്ട് അതിനെ ഉൾക്കൊള്ളാനും അതിനെ തിരിച്ച് പ്രകടിപ്പിക്കാനും ട്രൈ ചെയ്യുക. സിനിമകൾ സംവിധാനം ചെയ്തിരുന്നപ്പോഴും അക്കാലത്ത് പേരെടുത്ത തിരക്കഥാകൃത്തുക്കളെ അല്ലാതെ സാറിന് ഇഷ്ടമുള്ള എഴുത്തുകാരുടെ വർക്കുകളാണ് പലപ്പോഴും സാർ സിനിമയാക്കാൻ വേണ്ടി ഉത്സാഹിച്ചിരുന്നത്. അത് ആ പ്രോസസ്സിനോടുള്ള ഇഷ്ടം കൂടി കൊണ്ടായിരുന്നു. അത് സിനിമ ഉണ്ടാക്കുമ്പോൾ പൊതുവെ പുതുമുഖം പോലെയുള്ള ഒരാളെ വെച്ച് ചെയ്യുമ്പോഴുള്ളൊരു രസം ഇല്ലല്ല, അതുകൊണ്ടല്ല. കാരണം അതുവരെ എഴുതിക്കൊണ്ടിരുന്നവർ മോശക്കാരായതുകൊണ്ടല്ല. ഈ ഞാൻ എടുത്ത ആളുകളുടെ നല്ല കൃതികൾ ആരും എടുക്കുന്നില്ലല്ലോ. അതിപ്പോൾ എന്താ പറയുക, അതിന് ഏറ്റവും വലിയ എക്സാമ്പിളായിട്ടുള്ളത് മനശ്ശേരി വിശ്വാമിത്രൻ എന്നുള്ള ഇതുണ്ടല്ലോ, അത് കൈനിക്കര കുമാരപിള്ള സാറിൻ്റെ നാടകമാണ്. അത് ഞാൻ എടുത്തില്ലെങ്കിൽ എഴുത്തതിന് ശേഷവും ആരും കൈനിക്കര കുമാരപിള്ള സാറിൻ്റെ നാടകം അന്വേഷിച്ച് പോയില്ല. ജി ശങ്കരപ്പിള്ളയുടെയാണ് അതിന് ശേഷം വേറെ എടുത്തത് ഞാൻ. പിന്നെ അങ്ങനെ പലരുടെയും ആരും സിനിമയിൽ വളരെ പ്രസിദ്ധരായിട്ടുള്ളവരുണ്ടായിരുന്നില്ല. അത് ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്, മനസ്സിലായി, എല്ലാവരുടെയും മനസ്സിൽ പെട്ടില്ല. ഞാൻ അന്ന് ഈ വായനയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിരുന്നതുകൊണ്ട് ഞാൻ അവരുടെ എല്ലാം പ്രകൃതികളിൽ ഞാൻ എത്തിപ്പറ്റി. അപ്പോൾ അതിൽ ഇഷ്ടപ്പെട്ടതിന് ഞാൻ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. അന്ന് തൊട്ടേ സാറിൻ്റെ രാത്രി വേളകളിലുള്ള ഉറക്കമൊഴിച്ചുള്ള പുസ്തക വായന, സിനിമ കാണൽ, അത് കഴിഞ്ഞ് രാവിലെ വൈകിയുള്ള എഴുന്നേൽക്കൽ പ്രസിദ്ധമായിരുന്നു. പിന്നീട് ചെന്നൈയിൽ ഷൂട്ടിങ്ങുള്ള സമയത്തും രാത്രികാലങ്ങളിലായിരുന്നല്ലോ അധികവും ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും അതേ ഒരു ദിനചര്യ തന്നെയാണോ പാലിക്കുന്നത്? ഇപ്പോൾ അങ്ങനെയാണ് പാലിക്കുന്നത്. ഇപ്പോൾ മറ്റതങ്ങനെയല്ല. മറ്റത് ഒരു കുറച്ച് 60-70 വയസ്സ് വരെയൊക്കെ രാവിലെ 7:30 മണി വെളുപ്പാങ്കാലത്തൊന്നും എണീറ്റ് പോകില്ല. രാവിലെയുള്ള എല്ലാ ഷൂട്ടിങ്ങും അതിൻ്റെ സമയത്ത് പോകുമായിരുന്നു. പക്ഷേ കുറച്ച് പ്രായമായി കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഉച്ചയ്ക്ക് ശേഷമേ പോകുള്ളായിരുന്നു.
ഒരു 2 to 9 ഞാൻ വർക്ക് ചെയ്യുള്ളൂ എന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ ഒരു ദിനചര്യ എങ്ങനെയാണ്? ഇപ്പോഴും സിനിമ കാണുന്നുണ്ട്, ഇപ്പോഴും OTT പ്ലാറ്റ്ഫോമുകളിൽ സിനിമ കാണാൻ ശ്രമിക്കുന്നുണ്ട്, പുസ്തക വായനയുണ്ട്. ദിനചര്യ ഒന്ന് പറയാം. ദിനചര്യ ഇപ്പോൾ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ ഇപ്പോൾ നിങ്ങൾ ഇന്നത്തെ പ്രോഗ്രാം കണ്ടില്ലേ, നിങ്ങളുടെ പ്രോഗ്രാം, അങ്ങനെ ഒരു ദിനചര്യ എനിക്ക് വയ്ക്കാൻ സാധിക്കണില്ല. ഇനി മാറി മാറിയുള്ള ദിനചര്യ, അപ്രതീക്ഷിതമായിട്ടുള്ള സന്ദർശകരുണ്ടാവുക. അപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാൽ പകലൊന്നും നടക്കില്ല. അപ്പോൾ ഒരു സിനിമ കാണണമെന്ന് പറഞ്ഞാൽ മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ രാത്രി ഒരു 10 മണി കഴിഞ്ഞിട്ടേ എനിക്ക് സിനിമ കാണാൻ പറ്റുള്ളൂ. മനസ്സിലായി? എന്തെങ്കിലും വായിക്കണമെന്നോ, ഇത് അവിടെ 3 പത്രം ഇരുണ്ട്, 3 പത്രത്തിൽ 3 ഞാൻ ഒരു 30 പ്രാവശ്യം വീതം എടുത്തിട്ടുണ്ട്. എനിക്ക് വായിക്കാൻ സാധിച്ചില്ല, ആളുകൾ വന്നും പോയും ഇരിക്കുന്ന കാരണം. പിന്നെ ആ രാത്രി അത് വായിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ എൻ്റേതായിട്ട് എനിക്ക് കിട്ടുന്ന സമയം ആഫ്റ്റർ 11 o'clock. അപ്പോൾ നമുക്ക് ഉറങ്ങുമ്പോൾ ഒരു 3-3:30 മണിയായി പോകും. ഏറ്റവും ഒടുവിൽ കണ്ട സിനിമ ഏതാണ്? പുതിയ ഒരു സിനിമ ഞാൻ ഇന്നലെ കണ്ടത്, ഈ ടോവിനോട് അടിപൊളി അക്രമം ഒരു പടയിൽ വന്നിട്ട് അജയൻ്റെ 2ാം മോഷണം. അത് ഏറമാണ് ഇന്നലെ വൈകിട്ട് കണ്ട് നിർത്തിയത്. ഈ ഏറമിൻ്റെ സിനിമയ്ക്കും പണ്ട് മലയാളത്തിൽ വലിയ രീതിയിൽ വിറ്റുപോയിരുന്ന വടക്കൻ പാട്ടുകളുടെയും അല്ലെങ്കിൽ പടയോട്ടത്തിൻ്റെയൊക്കെ ഒരു ഛായ ഉണ്ടല്ലോ ചെറുതായിട്ട്. അത് ഓർത്തോ സിനിമ കണ്ടവസാനിപ്പിച്ചപ്പോൾ? അത് കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം അത് ഒരു ജനറേഷൻ ഗ്യാപ്പായിരിക്കാം. അതിനകത്ത് ചുമ്മാ ഈ അടിപിടിയെല്ലാം നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ അടിപിടിയും നമ്മളെ വിഡ്ഢികളാക്കുന്നതല്ലേ. ഒരുത്തിൻ്റെ താടിയിലൊരു തട്ട് കൊടുത്താൽ അവന് പൊങ്ങിപ്പോയി 3 കറക്കം കറങ്ങി താഴെ വന്ന് നിൽക്കുകയും അവിടെ നിന്ന് എണീറ്റ് വന്ന് വെണ്ണി അടിക്കുകയൊക്കെ ചെയ്യണത് കണ്ടുകൊണ്ടിരുന്നിട്ട് തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ സാധിക്കണില്ല. അതിൻ്റെ വിഷമം ഉണ്ടായിരുന്ന പടം കാണുമ്പോൾ. വളരെ സ്വതസിദ്ധമായിട്ടുള്ളൊരു നർമ്മബോധം സാറിലുള്ളതായിട്ട് സാറിൻ്റെ ഒരു ജീവിത സാഹചര്യം സാർ ഒരു അഭിമുഖത്തിൽ വിവരിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സിഗരറ്റ് വലി വീട്ടിൽ പിടിച്ച സമയത്ത് അമ്മയുടെ തലയിൽ വെച്ച് സത്യം ചെയ്യാൻ അച്ഛൻ പറഞ്ഞു. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, ഞാൻ ഇനി സിഗരറ്റ് വലിക്കില്ല. ആ നിമിഷം തൊട്ടങ്ങോട്ട് ഇനി പിന്നെ അങ്ങോട്ട് ബീഡിയാണ് വലിക്കുന്നത്. കാരണം സത്യം അവിടെ ലംഘിക്കപ്പെട്ടിട്ടില്ലല്ലോ. ഈ നർമ്മബോധം അതൊരു നർമ്മബോധമല്ല, ആവശ്യമായിരുന്നു. ഇപ്പോഴും നമ്മളോട് സംസാരിക്കുമ്പോൾ പോലും നർമ്മമുണ്ട്. ജീവിതത്തെ ലൈറ്റായി തന്നെയാണോ ഇത്രയും കാലയളവിൽ മുഴുവനായും എടുത്തത്? സ്വയം ഒരു ഗൗരവമായിട്ട് എടുത്ത സന്ദർഭങ്ങളുണ്ടോ? ഇല്ല, അങ്ങനെ വലിയ സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല. കാരണം ജനിക്കുന്നു, കുറേ കഴിഞ്ഞിട്ട് പോകുന്നു, ഇതൊക്കെ നമുക്കറിയാമെന്നുള്ളതല്ലേ. അപ്പോൾ ഇതിനെ വലിയ സീരിയസ് ആയിട്ട് എടുത്തിട്ട് കാര്യമൊന്നുമില്ല. സീരിയസ് ആയിട്ട് എടുത്താൽ കൂടുതൽ ബുദ്ധിമുട്ടാവില്ല ലൈഫിൽ. സോ ടേക്ക് ഇറ്റ് ലൈക്ക് ദാറ്റ്. കുറച്ച് ലൈറ്റായിട്ട് എടുത്താൽ സുഖമാണ് ജീവിക്കാൻ. ഇപ്പോൾ 91 വയസ്സാവുന്നു. ഇതുവരെയും ആവുന്നുമല്ല, അത് കഴിഞ്ഞു. 91 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. വളരെ വിരളമായ പിറന്നാളുകൾ ആഘോഷിച്ചിട്ടുള്ളൂ. അതും 80-ഉം 90-ഉം ആഘോഷിക്കാൻ അതിൻ്റെ കാരണമുണ്ട്. മാധ്യമ ശ്രദ്ധ, ആളുകൾ വന്ന് ആശംസകൾ അർപ്പിക്കുന്നു, അതുകൊണ്ടൊക്കെയാണ്. എന്താണ് പിറന്നാളുകൾ, അങ്ങനെയുള്ള ആഘോഷം, അതിനോടൊക്കെ ഒരു വിമുഖത? അങ്ങനെ വിമുഖത അല്ല ഉണ്ടായിരുന്നത്. പണ്ട് ഞാനിവിടെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് വീട്ടിൽ കാലത്ത് എഴുതി പിറന്നാളുണ്ടെന്ന് എല്ലാവരും കുളിച്ച്, പ്രത്യേകിച്ച് ഞാൻ അമ്പലത്തിൽ പോയിട്ട് തൊഴുത് സ്കൂളിൽ പോകുക അല്ലെങ്കിൽ കോളേജിൽ പോകുക, അങ്ങനെയൊക്കെ ആയിരുന്നു. പ്രത്യേകം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ സാധാരണ കഴിക്കുന്ന ഊണിൻ്റെ കൂടെ ഒരു പായസം ഉണ്ടാകും, ഒരു പ്രഥമൻ. അല്ലാതെ ഒരു ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് വളർന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ ആഘോഷിക്കാനുള്ള അവസരം ഉണ്ടായില്ല. എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം 2 വർഷം ബനാറസിലായിപ്പോയി MA പഠിക്കാൻ. പിന്നെ 2 വർഷം നാഗരൂരിലായിപ്പോയി. അതിന് 3 വർഷം ഡൽഹിയിലായിപ്പോയി. പിന്നെ തിരിഞ്ഞ് സിനിമയിൽ വന്നപ്പോൾ മദ്രാസിലുമായിപ്പോയി. അപ്പോൾ അങ്ങനെ ആഘോഷിക്കാനൊരു ഒരു അവസരം ഉണ്ടായില്ലെന്നല്ല, അതിനെക്കുറിച്ച് ആലോചിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ എൻ്റെ അറിവിൽ വീട്ടിലോ ഞാനോ എവിടെയെങ്കിലും വെച്ചിട്ടോ എൻ്റെ പിറന്നാളിന് ഒരു ആഘോഷം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതുണ്ടായത് 90-ാം വയസ്സിൽ നാട്ടുകാരെല്ലാം കൂടെ, സിനിമാക്കാരെല്ലാം കൂടെ നടത്തിയ ഒരു ആഘോഷമുണ്ടല്ലോ, അതിനെനിക്ക് പോകാനും പറ്റിയില്ല.